അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സമുദായം പഠിച്ചില്ല. ഇപ്പോഴും മറ്റൊരുത്തനെ ആക്ഷേപിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും മുസ്ലിം സമുദായത്തെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ചിന്തിക്കും, മുസ്ലിമീങ്ങൾ പരസ്പരം കഴുത്തെടുക്കുക. അള്ളാഹു മനുഷ്യരെ പേടിപ്പിക്കുന്ന ദിവസത്തിൽ പോലും നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ കാശ്മീരിൽ ചെയ്തത്? 500ഓളം ഗ്രാമങ്ങൾ നശിക്കുകയും ലക്ഷക്കണക്കായ ആളുകൾ മരിക്കുകയും ചെയ്തപ്പോഴാണ് മുസ്ലിമീങ്ങൾ മറ്റു മുസ്ലിമീങ്ങളെ മേൽ നിറയൊഴിച്ചത്. ഇക്കഴിഞ്ഞ ആഴ്ച ഒക്കെ നമ്മൾ കണ്ടു. ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരസ്പരം നിങ്ങൾ വെട്ടിവീഴ്ത്തുകയും പരസ്പരം കഴുത്തെറുക്കുകയും ചെയ്യുന്ന കാലഘട്ടം വരും. അപ്പോൾ ഞങ്ങൾ നബിയോട് ചോദിച്ചു, മിനൈനദാക്ക്, ആരാണ് നബിയെ ഉപരോധം തീർക്കുക? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിബലിൽ അജമി, അനറബികൾ ഒന്നു ചേർന്നായിരിക്കും ഉണ്ടാവുക എന്ന് മുഹമ്മദ് നബി. അനറബികൾ ആ വിഷയത്തിൽ ഒന്നു ചേരും. യംനഉനദാക, അവരാ കാര്യം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യംനഉനദാക, ആ ദീനാർ ദിർഹം പുറത്തുനിന്ന് വരുന്ന കാര്യം അനറബികൾ ഇറാഖിലേക്ക് തടയും. എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, യൂശിക്കു അഹ്ലു ശാം, ഷാമികളുടെയും അവസ്ഥ അങ്ങനെ തന്നെ അല്ല. യുജ്ബാ ഇലൈഹിം ദീനാറുൻ വലാ മുദിയുൻ. ഖുൽനാ മിൻ ഐന ദാക യാ റസൂലല്ലാഹ് ഫഖാല മിൻ ഖിബലിർ റൂം. യഹൂദി നസാറത്തിന്റെ ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി. ഫലസ്തീനികളുടെയും അവസ്ഥ അങ്ങനെയാണ്. ഒരു ഉറുപ്പിക ലഭിക്കാത്ത കാലഘട്ടം വരും. നോക്കൂ നിങ്ങൾ, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഹദീസ് കേട്ടോളൂ. അൻ സുലൈമാൻ ബിൻ ഹാത്തിബിൽ ഹംയരി റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി ലയൂശികന്ന ലയകൂനന്ന ബിശ്ശാമി ഫിത്ന, ഫലസ്തീനിൽ ഒരു ഫിത്ന ഉണ്ടാകും. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ, ഈ ഹദീസ് ശ്രദ്ധിക്കണം. ഫലസ്തീനിൽ ഒരു ഫിത്നയുണ്ടാകും. യുറദ്ദദു ഫീമാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സഖാ, തോൽപാത്രത്തിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് പോലെ ആ ഫിത്നയെ കാണിക്കപ്പെടും എന്ന്. തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടു ആ കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്ത് ഒരടി അങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ടാവും, അങ്ങോട്ട് തൂങ്ങും. ഒരടി ഇങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ട്. അവിടെ കമ്മിയായ ഇവിടെ കമ്മിയായ അവിടെ കൂടും. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നോക്കി നിങ്ങൾ വളരെ ചിന്തിക്കുക. എന്താ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കുക. ഹദീസൊക്കെ എത്രയാ? ഷാമ കൊണ്ട് ഉദ്ദേശം ഫലസ്തീന്, സിറിയ, ജോർദാന്, ടുണീഷ്യ അടക്കമുള്ള പ്രദേശങ്ങളാണ് ഷാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ഒക്കെ പറഞ്ഞത് മനസ്സിലാക്കണം. ഒന്നും കൂടി ചിന്തിക്കുക. ലയകൂനന്ന ബിശ്ശാം, ഫലസ്തീൻ അടക്കമുള്ള പ്രദേശത്തിൽ ഫിത്നയുണ്ടാകും. യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാ, തോൽപാത്രത്തിൽ വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് യുറദ്ദദു, അങ്ങോട്ടും ഇങ്ങോട്ടും റദ്ദ് ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട്. എവിടെ എത്തുണ്ടും ചെറിയ ഒരു കശുപ്പുണ്ടാകുമ്പോൾ, എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കശുപ്പുണ്ടാകും. എന്തെങ്കിലും ഒരു ചെറിയ തുറവടിപ്പോഴുണ്ടാകും. കുറെ കാലം അത് ഫിത്നത്തുൽ അഹ്ലാസ്. ഹബീബായ റസൂലുള്ള പറയുന്നത് ഫിത്നത്തുൽ അഹ്ലാസ് എന്ന് ബഹുമാനപ്പെട്ട മുസ്തഫായ നബി പറയുന്നത് ഫിത്നത്തുൽ അഹ്ലാസ്. ഇതിനെപ്പറ്റിയാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഫഹ്ലാസ് കൊണ്ട് ഹെലിസ് കൊണ്ട് ഉദ്ദേശം ഒട്ടകത്തിന്റെ പുറത്തിട്ട വിരിപ്പ് എന്നാണ്. ഒരൊട്ടകത്തിന്റെ പുറത്തൊരു വിരിപ്പ് ഒരുപാട് കാലഘട്ടം നിൽക്കും, അത് നശിച്ചു പോകില്ല എന്നതുപോലെയാണ് ഫിത്നത്തുൽ അഹ്ലാസ്. അതൊരിക്കലും പെട്ടെന്ന് എടുത്തു കളയില്ലെന്ന് മുഹമ്മദ് നബി. 948 മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പള്ളി മെഹ്റാബുകൾ. കൊല്ലം പ്രാർത്ഥിച്ചു നമ്മൾ. അള്ളാഹു അവർക്ക് വിടുതി കൊടുക്കട്ടെ. അള്ളാഹു ഉറക്കാമീൻ പറയും. അള്ളാഹു വിടുതി കൊടുക്കട്ടെ. അള്ളാഹു മോചനം കൊടുക്കട്ടെ. എന്നാൽ അതും വെറുതെ ഉണ്ടായതല്ല. ഇസ്രായേലികൾ എന്റെ അഡോൾഫ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ, ജർമ്മനിയിൽ നിന്ന് നാസി കക്ഷി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലികൾ, യഹൂദികൾ ഇസ്രായേലിൽ കയറി വന്ന് രാട്ടമുണ്ടാക്കിയതാ. അവരാണ് പിൽക്കാലഘട്ടത്തിൽ സുരക്ഷിതമായ സ്ഥാനം ഉണ്ടാക്കിയതാ. ഹിറ്റ്ലർ ചത്തുപോയപ്പോഴും അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് പലായനം ചെയ്തു പോന്നതാ. എന്താ കാര്യം? ഇവരും കെറുത വന്നതല്ല. മുസ്ലിം സമുദായം അനർത്ഥമായി ക്ഷണിച്ചു വരുത്തിയതാണ്. ലോക ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം, മദ്യവും മയക്കുമരുന്നും ചെറുപ്പക്കാരിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് യഹൂദികൾ ചെയ്തത്. ആ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചപ്പോൾ അതിന്റെ അഡിക്റ്റായി അവസാനം അതിനുവേണ്ടി തൊണ്ട് ഭൂമികൾ വിൽക്കേണ്ടി വന്നു. വിറ്റു. 1 ഏക്കർ വിറ്റു, 2 ഏക്കർ വിറ്റു. വിറ്റ് 948
ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള സാഹചര്യം ഇസ്രായേലികൾക്കുണ്ടായി. പിന്നീട് അവിടെ ഇരുന്നിട്ട് അവർ കാല് നീട്ടിയതാണ്. അള്ളാഹു അനുവദിക്കാത്ത മാർഗത്തിലാണ്. ഇന്ന് ഹറമിന്റെ പരിസരത്ത് ഫലസ്തീൻ മിസ്കീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇരക്കുന്ന പെണ്ണുങ്ങളെ മുൻഗാമികളൊക്കെ സത്യത്തിൽ നാണം മറക്കാത്ത അറബ് ലോകത്ത് ഇപ്പോഴും പഠിച്ചില്ലല്ലോ. അറബ് ലോകത്ത് ഇപ്പോഴും ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ ഫലസ്തീനി പെണ്ണുങ്ങളാണ്. അറബ് ലോകത്തേക്ക് വ്യഭിചാരം തുറന്നു വെച്ചത് ഫലസ്തീനി പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് തന്നെ യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാ, തോൽപാത്രത്തിൽ കളിക്കും പോലെ ഫിത്ന അങ്ങനെ കളിക്കും. അത് പൂർണ്ണമായും കളയാൻ കഴിയില്ല. കാരണം ഇസ്ലാമിയത്ത് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും സഹായിക്കാന്നല്ല, വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ടു. മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ മേലെയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുഹമ്മദ് നബി 166 ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധക്കളത്തിൽ ശേഷിച്ചപ്പോഴാണ് വൻസല ജുനൂദൻ ലം തറൗഹാ, വിശുദ്ധ ഖുർആൻ 12,000 ആളുകളെ മുന്നാലെ 166 ആളുകൾ നിന്നു. 12,000 ആളുകൾ ഉണ്ടായിരുന്നു ശത്രു. 4,000 ആളുകൾ ഉണ്ടായിരുന്നു ശത്രുക്കൾ. 4,000 ശത്രുക്കൾക്ക് മുന്നിൽ മുഹമ്മദ് നബി 166 ആള് നിന്നപ്പോഴാണ് ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. അല്ലാഹു തആല ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് എന്തുകൊണ്ട്? മുഅ്മിനീങ്ങളെ സഹായിക്കും അല്ലാഹു. മുഅ്മിനീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി തന്റെ വെളുത്ത കോവർ കൈദിയുടെ മുറത്തേക്ക് കയറി അനനബിയുൻ ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്, അനനബിയുൻ ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വെളുത്ത കോവർ കൈദിയുടെ പുറത്തേക്ക് കയറി. എന്നിട്ട് പരിശുദ്ധമായ ദീനിന് വേണ്ടി ഇറങ്ങിയപ്പോ വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അറബ് ലോകത്തിന് വേണ്ടത്, മുസ്ലിം ലോകത്തിന് വേണ്ടത് ഇസ്ലാമിയത്തിലേക്ക് മടങ്ങിപ്പോകലാണ്. ഇസ്ലാമിയത്തിലേക്ക് മടങ്ങിപ്പോയാൽ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അക്കാലത്ത് നാദിമൂന അൻ ജൂഇൻ ശദീദ്, ശക്തമായ വിശപ്പ് കൊണ്ട് നിങ്ങൾ ഖേദിക്കും. ശക്തമായ വിശപ്പ്. ഫയകൂന റീഹുൽ ഖുബ്സി, ഒരു റൊട്ടിയുടെ വാസന ഫീഹാ, അക്കാലത്തെ ഫലസ്തീനികൾക്കും ഇറാഖികൾക്കും അത്വയബ മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ സുഗന്ധമായി തോന്നും. ശ്രദ്ധിച്ചില്ല നിങ്ങൾ ഹദീസ്? ഹബീബായ നബി പറയുകയാണ്. കിട്ടാടിയോ നോക്ക്, നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിമീങ്ങൾ ആലോചിക്കണം. ഹബീബായ നബി പറയുകയാണ്, വിഭവങ്ങളൊക്കെ മറ്റവര് വാലി വരിച്ച് കൊണ്ടുപോകും. 90 കൊല്ലത്തേക്കാണ് ഇപ്പോൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. 90 വർഷത്തേക്ക്. ഇപ്പോൾ നിലനിൽക്കുന്ന എഗ്രിമെന്റ് 90 കൊല്ലത്തേക്കാണ്. അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഭരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്രിമെന്റ് 90 വർഷത്തേക്കാണ്. അതിനിടയിൽ വീണ്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അങ്ങനെ അവരെ പറഞ്ഞു വിടാൻ കഴിയില്ല. അവർ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വരും. അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും അങ്ങനെയാ. വിയറ്റ്നാം കയറി വിട്ടു, എന്നാൽ വിയറ്റ്നാമികൾ, നിങ്ങൾ വിയറ്റ്നാമും എന്ന് നമ്മൾ പറയാറുണ്ട്. എന്റെ വിയറ്റ്നാമിലുണ്ടായത് അമേരിക്കക്കാരെ വിയറ്റ്നാമികൾ ഓടിച്ചു, പക്ഷെ ഓടിച്ചില്ല. അമേരിക്കക്കാർ എന്ന വ്യക്തികളുടെ അധികാരത്തെ അങ്ങോട്ട് ഒഴിവാക്കിയപ്പോഴേക്ക് അമേരിക്കയുടെ ഒരു തരം സംസ്കാരത്തെ ചെറുപ്പക്കാരുടെ മനസ്സിൽ കയറ്റിവിട്ടു. ഇന്ന് ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മസാജ് പാർലറുള്ള സംസ്കാരം വിയറ്റ്നാമിലാണ്. വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ് ഈ കാര്യം. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ആ കാലഘട്ടത്തിൽ ഫരീഹുൽ ഖുബ്സി, ഒരു റൊട്ടിയുടെ വാസന ഫീഹാ, കാലഘട്ടത്തിൽ ഇറാഖികൾക്കും ഫലസ്തീനികൾക്കും അത്വയബ മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ സുഗന്ധമായി തോന്നുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മുഅ്മിനീങ്ങൾ. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഇന്നേതായി വിഷയം തീരില്ല, വലിയ ചർച്ചയാണ്.
അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇനി ഒരു ആൺകുട്ടി വരാൻ പോകുന്നുണ്ടല്ലോ, വലിയ ഒരു ആൺകുട്ടി വരാൻ പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ആൺകുട്ടികൾ ഉണ്ടാവും, അങ്ങനെയാണ് ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു ആൺകുട്ടി വരുന്നുണ്ട്. ആ ആൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ സദസ്സ് മതിയാവില്ല. ആരാണ് ആൺകുട്ടി? ഉറക്കം കൊണ്ട് പറഞ്ഞേക്ക്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. മുതവാത്തിറായ സംഗതിയാണ്, നമുക്കുണ്ടാവും ഈ ഭൂമിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പലതും നടക്കാൻ പോകുന്നുണ്ട്. വിശ്വാസികൾ ചിന്തിക്കണം, അതൊക്കെ നമുക്ക് പഠിക്കണം. എനിക്ക് ശേഷം 4 ഫിത്നകളാണ് പ്രധാനമായി വരിക എന്ന് മുഹമ്മദ് നബി. അൽഊലാ യുസ്തഹല്ലു ഫീഹാ ദിമാ. ഒന്നാമത്തെ ഫിത്നയിൽ രക്തം കൊണ്ടുള്ള കളിയാവും. രക്തം മാത്രമേ പോവുള്ളൂ, വേറെ ഒന്നും നഷ്ടം ഉണ്ടാവില്ല. ഒന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാ പ്രധാന അഭിപ്രായം. ഒന്ന് വസ്സാനിയ, രണ്ടാമത്തെ യുദ്ധമുണ്ടല്ലോ, രണ്ടാമത്തെ യുദ്ധത്തിൽ യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാൽ. രണ്ടാമത്തെ യുദ്ധത്തിൽ യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാൽ. അക്കാദ് ഫിത്നയിൽ മുസ്ലിമീങ്ങൾക്ക് രക്തവും നഷ്ടപ്പെടും, ധനവും നഷ്ടപ്പെടും. രണ്ടാമത്തെ ഫിത്ന മുഹമ്മദ് നബി ശരിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് ഈ പറയുന്നത്. അതും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാ പ്രധാനം. ഉദാഹരണം ചെങ്കിസ് ഖാന്റെ കാലഘട്ടത്തിൽ, താർത്താരികളുടെ കാലഘട്ടങ്ങളിൽ, അതേപോലെ തന്നെ കുരിശ് യുദ്ധത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇതൊക്കെയാണ് പറഞ്ഞത്. മാല് കൊണ്ടും അതേപോലെ തന്നെ ദമു കൊണ്ടുമുള്ള കളിയാണ്. അത് കഴിഞ്ഞുപോയി, അത് കഴിഞ്ഞ കാലഘട്ടമാണ് എന്നാ പണ്ഡിതാഭിപ്രായം. 2, 3 നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? മൂന്നാമത്തെ ഫിത്ന യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു. യുസ്തഹല്ലു ഫീഹാ, അത് ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുക ദിമാഉ, രക്തങ്ങളായിരിക്കും, വൽ അംവാലു, ധനങ്ങളുമാകും, വൽ ഫുറൂജു, സ്ത്രീകളുമാകും. സ്ത്രീകളെ കൊണ്ട് കളിക്കും. ലോകരാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ട് പെണ്ണുങ്ങളിൽ കളിക്കുമെന്ന് മുഹമ്മദ് നബി. ഒന്നാമത്തത് രക്തത്തിന്റെ കളിയാണ്, 2 ധനത്തിന്റെ കളിയാണ്, 3 യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്. പ്രധാന അഭിപ്രായം ഈ കാലമാണ് ആ കാലം എന്നാണ് അഭിപ്രായം. ഇനി 4ാമത്തെ അവസ്ഥ വരാൻ പോകുന്നുണ്ട്. ആ അവസ്ഥയുടെ കൊടി പിടിക്കുക ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി. അതും അവസാന മഹ്ദിമാവ് വരുള്ളൂ. ആ 4ാമത്തെ ഫിത്ന തീരുമ്പോഴാണ് ഇമാം മഹ്ദി തീർക്കാൻ വേണ്ടി വരിക. ഒക്കെ നമുക്ക് പറയാം, ചിന്തിക്കണം. 3ാമത്തെ അവസ്ഥ, അറബ് ലോകത്ത് അറബികൾ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുക. അറബ് ലോകത്ത് വ്യഭിചാരികളായ കുട്ടികൾ, വ്യഭിചാരത്തിന്റെ കുട്ടികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ വിശ്വാസികളെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ പരിശുദ്ധമായ റമളാന്റെ ഫضل കൊണ്ട് അല്ലാഹു നമ്മുടെ സഹോദരിമാരുടെ അഭിമാനത്തെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക് ചെറുപ്പക്കാരെ. എന്നോട് ഈ അടുത്ത ദിവസം ഒരു ദൃക്സാക്ഷി വിവരണം ഞാൻ കേട്ടു. ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടി ഒരു 13 വയസ്സുകാരനായ ബാലൻ തൻ്റെ ഉമ്മയെയും പെങ്ങന്മാരെയും വിൽക്കണ നടത്താൻ വേണ്ടി ബഗ്ദാദിലേക്ക് വന്ന ഒരു സംഭവം, ഒരു ദൃക്സാക്ഷി പറയുന്നത് കേട്ട ഒരനുഭവം എനിക്കുണ്ടായി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മുസ്ലിമീങ്ങളെ. അങ്ങനെയുള്ള കാലഘട്ടം വരിക, അവരിൽ പന്താടുക, അന്യര് പന്താടുക, അന്യ സംസ്കാരത്തിന്റെയും മതത്തിന്റെയും ശിർക്കിന്റെയും മക്കൾ മുസ്ലിം സഹോദരിമാരുടെ ഗർഭപാത്രങ്ങളിൽ ഉദയം കൊള്ളുക. അതാണ് യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ള സംസ്കാരം, ഇതൊക്കെ റബ്ബിന്റെ ശിക്ഷയാണ്. ജീവിതത്തിൽ അല്ലാഹു തആല ഇങ്ങനെയുള്ള വിശുദ്ധി നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള ശുദ്ധി നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ അതുവഴി അല്ലാഹു തആല നമുക്കൊരു ബലിയത്ത് നൽകി, ഇബ്തിലാ നൽകി. അതാണ് ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. വളരെ ഗൗരവമായി നമ്മൾ ഈ കാര്യം ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വിളയാട്ടങ്ങളാണ് വളരെ യഥാർത്ഥത്തിൽ ഇന്ന് ബഗ്ദാദിലും ബസറയിലും നജഫിലും അഫ്ഗാനിലും ഫലസ്തീനിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി അവർ അഫ്ഗാനിൽ കയറി ചെന്നപ്പോൾ കർസായിയുടെ സർക്കാർ ആദ്യമായി ചെയ്തത്, അമേരിക്കൻ ഒത്താശയോടുകൂടെ കർസായിയുടെ സർക്കാർ ആദ്യമായി ചെയ്തത് പെണ്ണുങ്ങളുടെ മൂടുപടം എടുത്തു മാറ്റുകയാണ്. പെണ്ണുങ്ങളെ ലോകരാജ്യത്തിലെ പെണ്ണുങ്ങളെ പോലെ ആധുനിക ലോകത്തിലേക്കുള്ള പെണ്ണുങ്ങളായി അഫ്ഗാനിലെ വനിതകൾ വളരണം എന്നാണ് അവരുടെ നാണം മറച്ച, അവരുടെ ഔറത്തിന്റെ മുഖങ്ങളുടെ ഔറത്തിനെ വലിച്ചെറിയുകയാണ്, അതിനെ പറിച്ചു ചീന്തുകയാണ് കർസായിയുടെ സർക്കാർ ചെയ്തിട്ടുള്ളത്.
ഇങ്ങനെയുള്ള നാശങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവുക. അങ്ങനെ അന്യരുടെ മക്കളെ നമ്മൾ പോറ്റേണ്ടി വരിക. നാലാമത്തെ ഫിത്ന, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാ പ്രധാന അഭിപ്രായം. ഇതിനിടയിലുള്ള ഫിത്നകളെ ഉണ്ടായിട്ടുള്ളൂ. നാലാമത്തെ ഫിത്ന ബാക്കിയുണ്ട്. നാലാമത്തെ ഫിത്ന സമ്മാഉ അംയാഉ മുത്ബഖ തുഅറഫു ഫീഹൽ ഉമ്മത്തു അറകൽ അദീം വതമൂറു മൗറൽ മൗജി ഫിൽ ബഹർ ثم لا يجد أحد من الناس ملجأ تطيف بالشام وتغشى العراق وتخبط الجزيرة بيدها ورجلها وتعرق فيها الأمة بالبلاء ثم لا يستطيع أحد من الناس يقول مهما ثم لا يعرفون من ناحية إلا انتفقت من ناحية أخرى ولا ينجو منها إلا من دعا كدعاء الغرق في البحر. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാലാമത്തെ ഫിത്ന സമ്മാഉ അംയാഉ, കണ്ണും കാടുമില്ലാത്ത യുദ്ധമാകും. കണ്ണും കാടുമില്ലാത്ത യുദ്ധം ലോകത്തുണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അറബികൾക്കിടയിൽ തുത്ബഖാദ്, അട്ടിയുടെ മേൽ ഒന്നിന് മേൽ ഒന്നയായി വരും. എല്ലാ നാടിലും ഉണ്ടാകും. ഓരോരുത്തരും ഇതാ കണ്ണ് വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അടുത്ത കണ്ണ് സിറിയയിലേക്കാണ്. അമേരിക്കയുടെ അടുത്ത ശ്രദ്ധ സിറിയയിലേക്കാണ്. പുതിയ ഒരു ഇരയെ കൂടി അവർക്ക് ഇറാന്റെ ഭാഗത്ത് വർഷങ്ങളായി അവർ നോട്ടമിട്ട് കൊണ്ടിരിക്കുന്ന ഇരയെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവരെക്കാൾ ഇപ്പോൾ 10-12 വർഷങ്ങളായി ആണവായുധങ്ങൾ വികസിപ്പിച്ചു എന്ന പേരിലാണ് ഇറാഖിനെ വേട്ടയാടിയത്. ഇപ്പോൾ ഇവര് തന്നെ പറയുന്നു ആണവായുധമൊന്നും ഇറാഖിന്റെ കൈവശമുണ്ടായിരുന്നില്ല. എന്നാ പിന്നെ പിടിച്ച ആളെ അങ്ങോട്ട് വിട്ടൂടെ? അത് ചെയ്യണില്ല. ചിന്തിക്ക്. അങ്ങനെയൊന്നും ഇറാഖിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ നാശീകരണ ആയുധമൊന്നും അവർ വികസിപ്പിച്ചെടുത്തിട്ടില്ല. ഇന്ന് ഇവർ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പിടിച്ച ആളെ വിടാൻ ഇവർ തയ്യാറുണ്ടോ? ഇല്ല. ഇവർ സാന്ദർഭികമായ പേരുകളും ന്യായങ്ങളും പറയുക മാത്രം ചെയ്യും. അവർ നമ്മുടെ മേൽ കയറി വരാനുള്ള ന്യായങ്ങൾ കൊണ്ടുവരും. ഇനി ഒരു വലിയ യുദ്ധം വരാൻ പോകുന്നുണ്ടെന്ന് മുഹമ്മദ് നബി. പണ്ഡിതന്മാർ ഈ പറയുന്ന നാലാമത്തെ യുദ്ധം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന അഭിപ്രായക്കാരാണ്. എന്താ യുദ്ധം? അതിന് കണ്ണും കാതും ആ യുദ്ധത്തിനുണ്ടാവില്ല. മുത്ബഖ, അത് അട്ടിയട്ടിയായി കയറി വരും. കയറ് മുറിക്കും പോലെ അറബ് ലോകം അതിൽ മുറിക്കപ്പെടും. കയറ് മുറിക്കും പോലെ ഓരോരുത്തരെയും മുറിക്കപ്പെടും. പരസ്പരം ഒരാൾക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. പരസ്പരം ഛിന്ന ഭിന്നമാകും. പരസ്പരമുള്ള സാഹോദര്യം നഷ്ടപ്പെട്ടു പോകും. ഉള്ള സാഹോദര്യം, അനൈക്യം വർദ്ധിച്ചു പോകും. പരമാവധി അനൈക്യം കൂടും. ഈ അനൈക്യത്തെ കൂടിയാണ് ലോകം മുഴുവനും അവർ കോളനിയാക്കിയതെങ്കിൽ ആ അവസ്ഥ വരികയും അറബ് നാടുകളിൽ ആ യുദ്ധം തമൂറു, അത് അലയടിക്കും. മൗറൽ മൗജി ഫിൽ ബഹരി, സമുദ്രത്തിൽ തിരമാല അലയടിക്കും പോലെ അത് അലയടിക്കും. ഒരാൾക്കും രക്ഷയുണ്ടാവുകയില്ല. അത് ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ചുറ്റിക്കറങ്ങും. ഇറാഖിനെ പൊതിയുകയും ചെയ്യും. അറബ് ലോകത്തെ ജസീറ എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യ, കുവൈത്ത്, UAE, ഒമാന്, ബഹ്റൈനി അടക്കമുള്ള മൊത്തം പ്രദേശങ്ങൾക്കാണ് ജസീറ എന്ന് പറയാ. ആ ജസീറയെ അത് കാലുകൊണ്ട് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യും. കൈയോണ്ടും കാലുകൊണ്ടും അടിക്കും ചവിട്ടും ചെയ്യും അറബികളെ, ഈ ജസീറത്തുൽ അറബിനെ. മുസ്ലിമീങ്ങൾക്കെന്ന് വലിയ പരീക്ഷണം ഉണ്ടാകും. നിർത്തൂ നിർത്തൂ എന്ന് പറയാവുന്ന ഒരു UN അക്കാലത്തുണ്ടാവില്ല. ഒരു കോഫി അന്നനുമില്ല, ഒരു ചായ അന്നനുമില്ല, ഒരാളുമില്ല. ഒരാളൊന്നും നിർത്തൂ എന്ന് പറയാൻ അക്കാലത്ത് ആളുകൾ ഉണ്ടാവില്ല. ലാ യഅരിഫൂന മിൻ നാഹിയത്തിൻ ഇല്ലാ തഫഖത് മിൻ നാഹിയത്തിൻ ഉഖ്റാ. ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴത്തിന് അടുത്ത ഭാഗത്ത് അത് പൊട്ടിമുളക്കും. വലാ യൻജു മിൻഹാ, ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇല്ലാ മൻ ദഅ കദുആഇൽ ഗർഖി ഫിൽ ബഹരി, സമുദ്രത്തിൽ മുങ്ങുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന കൊണ്ടല്ലാതെ അന്ന് രക്ഷപ്പെടുകയില്ല.
സമുദ്രത്തിൽ മുങ്ങുന്ന കദുആഇൽ ഗർഖി ഫിൽ ബഹരി, അവസാനത്തെ പ്രാർത്ഥന മുഹമ്മദ് നബി പരിശുദ്ധമായ, നോക്കൂ നിങ്ങൾ, ചില ഹദീസും കൂടി പറയാ, ബാക്കി നമുക്ക് നാളെ പറയാൻ തീരില്ല ഈ വിഷയം. വളരെ ചിന്തിക്കണം. അടുത്ത ആഴ്ച, അടുത്ത ശനിയാഴ്ച നമുക്ക് ബാക്കി പറയാം. വളരെ ചിന്തിക്കണം. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതായത് പരിശുദ്ധ ബദറിന്റെ തലേന്നാൾ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനത്തെ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു രണ്ടാലൊന്ന് തീരുമാനിച്ചോ, ഇനി എങ്ങനെ ഈ സമൂഹത്തിന് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിനക്ക് ആരാധിക്കുന്ന ഒരാള് ഈ ഭൂമികത്തുണ്ടാവൂല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ കൂട്ടമായി ചേരും. അങ്ങനെ ഉണ്ടായാലല്ലാതെ, മുസ്ലിമീങ്ങൾ ഒന്നു ചേർന്നാലല്ലാതെ മുസ്ലിമീങ്ങളെ മുറിക്കപ്പെടും. ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ കൂട്ടമായി സമുദ്രത്തിൽ മുങ്ങിപ്പോയവൻ പറയുമ്പോലെയുള്ള പ്രാർത്ഥന അവർ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടുകയില്ല. ഹബീബായ നബി പറഞ്ഞു. വേറൊരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ്. ഹബീബായ റസൂൽ പറഞ്ഞു, ഹമ്മാദ് തന്റെ അൽഫിതനിൽ രേഖപ്പെടുത്തിയ പ്രഗൽഭമായ ഹദീസ്, അൻ യസീർ ഇബ്നു ജാബിർ ഖാല ഇബ്നു മസ്ഊദ് ബിയദിഹി ഹാകദാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നഹവശാമി, ഫലസ്തീന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ തീട്ടി, എന്നിട്ട് പറഞ്ഞു, അദുവു യജ്തമിഊന ലി അഹ്ലിൽ ഇസ്ലാം, ശത്രു അവിടെ വന്നിട്ടാണ് ഒരുമിച്ച് കൂടുക. അവിടെയാണ് ശത്രുക്കൾ ഒരുമിച്ച് കൂടുക, ഫലസ്തീന്റെ ഭാഗത്താണ് വരിക. അവർക്കെതിരെ മുസ്ലിമീങ്ങളും സംഘടിക്കും. ഞാൻ ചോദിച്ചു, ആ റൂമിനെ പറ്റിയാണോ പറയുന്നത്? കാലനാം. ഈ രണ്ട് ജനവിഭാഗങ്ങളും യഹൂദി നസ്വാറത്ത്, ഈ രണ്ട് സാമ്രാജ്യത്വ ശക്തികളും മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി അവിടെ വരും എന്ന് മുഹമ്മദ് നബി ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് ഞങ്ങളെ പഠിപ്പിച്ചു. വേറൊരു ഹദീസ് കേട്ടോളൂ, നിങ്ങൾ ചിന്തിക്കണം. ആ കാലഘട്ടം വന്നാൽ വതശബ്ബുറൂമു അലാ മാ ബഖയ ഫീ ബിലാദിഹിം മിനൽ അറബ്, അറബികളായി ഈ ലോകത്തുള്ള അമേരിക്കയിലും ഫ്രാൻസിലും റഷ്യയിലും ജർമ്മനിയിലും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള അറബികളെ പിടിച്ച് കൊല്ലലായിരിക്കും ആദ്യമായി അനറബികൾ ചെയ്യുക. ഹബീബായ റസൂലുള്ളാഹി അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. ഇന്ന് ഒരു നിലക്ക് വിനോദത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി പല ആളുകളും, അറബ് ലോകത്തെ പല ആളുകളും പല പ്രദേശങ്ങളിലാണ്, അമേരിക്കയിലാണ്, റഷ്യയിലാണ്, ജർമ്മനിയിലാണ്, പല ഭാഗങ്ങളിലാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ റൂമികൾ വേട്ടയാടും അലാമാ ബഖയ ഫീ ബിലാദിഹിം മിനൽ അറബി, അവരെ നാട്ടിൽ ശേഷിക്കുന്ന അറബികളെ വേട്ടയാടും. ഫയഖ്തുലൂനഹും, എല്ലാ അറബികളെയും പിടിച്ചു കൊല്ലും. ഹത്താ ബഖയ ബി അർദിർ റൂമി അറബിയുൻ വലാ അറബിയ, ആ അനറബി പ്രദേശങ്ങളിൽ ഒരു അറബിയായ ആണോ ഒരു അറബിയായ പെണ്ണോ വലാ വലദു അറബിയിൻ, ഒരു അറബി കുട്ടി പോലും ഉണ്ടാവുകയില്ല. ഇല്ല ഖുതില, എല്ലാവരെയും പിടിച്ചു കൊല്ലുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി യൂശികു അൻ ലാ യബ്ഖാ ഫീ അർദിൽ അജമി മിനൽ അറബി ഇല്ലാ ഖതീൽ, അനറബി നാടുകളിലുള്ള അറബികളെ മുഴുവനും പിടിച്ചു കൊല്ലും. ഇപ്പോൾ അവർ വന്നിട്ടുള്ളത് നമ്മുടെ പ്രദേശങ്ങളിലാണ്. എന്നാൽ അവരുടെ നാടുകളിൽ ആരൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ അവരെ മുഴുവനും അവർ പിടിച്ചു കൊലപ്പെടുത്തുമില്ല. ഖതീലുൻ ഔ അസീറുൻ യുഹ്കമു ബിദമിഹി, കൊലക്ക് വിധിക്കപ്പെട്ട ജയിലാളിയോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടവനോ അല്ലാത്ത ഒരാളും അക്കാലത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാഹചര്യത്തിലും മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ അവർക്ക് ലഭിക്കുമെന്നാണ് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ അവർ കൊണ്ടുപോകും. മുസ്ലിം സമുദായത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ അവർ ദല്ലാളിമാരാക്കും. അത് മറ്റാരുമല്ല, അത് തുർക്കികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാനത്തിൽ മുസ്ലിമീങ്ങളെ ശത്രുക്കൾ തുർക്കികളായി മാറും എന്നാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇന്നിപ്പോ നമ്മളത് കണ്ടു. ഈ കഴിഞ്ഞ ഇറാഖ് യുദ്ധത്തിൽ അതിന്റെ ചെറിയ സൂചനകൾ നമുക്ക് ലഭിച്ചു. നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആവോ? തുർക്കിയിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാ പട്ടാളങ്ങൾക്കും എല്ലാവിധ സൗകര്യം ഒരുക്കി കൊടുക്കുകയും എയർബേസ് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് തുർക്കികൾ 1-ാം നമ്പർ കൂറ് കാട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാലം വരാൻ പോകുന്നുണ്ട്, തുർക്കികൾ ഈ റോമികളോട് കൂടെ നിൽക്കുകയും അവസാനം
അവസാനത്തെ യുദ്ധത്തിൽ പൂർണ്ണമായി തുർക്കികൾ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളാവുകയും ചെയ്യുമെന്നും ആ തുർക്കികളിൽ നിന്നാണ് ദജ്ജാൽ വരിക എന്നും മുഹമ്മദ് നബി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. ദജ്ജാൽ എന്ന ഒരാൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അവൻ തുർക്കി ഭാഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് കാരണം ആ തുർക്കികൾ, അക്കാലത്തെ തുർക്കികൾ സാമ്രാജ്യത്വ ശക്തികളുടെ കൂടെയായിരിക്കും നിൽക്കുക. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ഞാൻ പറഞ്ഞുതരാം. മുസ്തഫ നബി പറയുന്നു, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി ഒരിക്കല് മുസ്തഖ്ബിലുൽ മശ്രിഖി, ആ കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, അലാ ഇന്നൽ ഫിത്നത ഹാഹുനാ, ഫിത്ന ഇവിടെയാണ്, ഫിത്ന ഇവിടെയാണ് എന്ന് പറഞ്ഞു. മിൻ ഹൈസു യത്ലഉ ഖർനു ശൈത്താൻ, പിശാചിന്റെ കൊമ്പ് അവിടെ നിന്നാണ് ഉത്ഭവിക്കുക. ഈ ഹദീസിന്റെ തഫ്സീർ ശറഹ് മുസ്ലിം കൊടുക്കുന്നത്, കിഴക്ക് ഭാഗത്തേക്ക്, മദീനയെന്ന് കിഴക്ക് ഭാഗത്തേക്ക് പിന്നിട്ട് നിന്നാൽ ഏകദേശം തുർക്കി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് മുന്നിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് മുന്നിട്ട് നിന്നിട്ട് പറഞ്ഞു, ഇതാ ഇവിടെ ഈ ഭാഗത്തൂടെ ആ ഫിത്ന വരികയെന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ശറഹ് മുസ്ലിം കൊടുക്കുന്നത്, യഖ്റുജു ദജ്ജാലു ഹീന യഖ്റുജു ദജ്ജാലു മിനൽ മശ്രിഖി വമസാറുൽ കഫറത്തി തുർക്കി, സത്യനിഷേധികളായ തുർക്കികൾ വരികയും അതേപോലെ തന്നെ അവരുടെ അവസാനത്തെ ആളായി ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി വരികയും തുർക്കി ഭാഗത്തിൽ നിന്നാണ്, മശ്രിഖ് ഭാഗത്തിൽ നിന്നാണ് അവർ മുസ്ലിം സമുദായത്തിന്റെ ഫിത്നയാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിന്റെ വേറെ ഒരു ഹദീസ് കൂടി കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ തുഖാതിൽ തുർക, തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. തുർക്കികൾ നമ്മുടെ അവസാനത്തെ ശത്രുക്കളായിരിക്കും. ആദ്യകാലത്ത് അവർ മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കുകയും പിന്നീട് മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ധാരണക്ക് അവർ എതിരാവുകയും ചെയ്യും. സിഗാറുൽ അഅ്യുനി, ചെറിയ കണ്ണുകളുള്ള ആളുകളാണ് അവര്. ഹുമറുൽ വുജൂഹി, മുഖം ചുവന്ന ആളുകളാണ്. ചെറിയ കണ്ണുകളും പൂച്ചക്കണ്ണന്മാരായ ചുവന്ന മുഖമുള്ളവരായ തുർക്കികൾ മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയും മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും ശത്രുക്കളായ സമൂഹത്തോട് അവർ ചേർന്ന് നിൽക്കുകയും മുസ്ലിം സമുദായത്തെ അവർ അടിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ വിശ്വാസികൾ വളരെ ഗൗരവപൂർവ്വേന ഈ കാര്യം ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ വളരെ വലിയ ഒരു നാശം വരാൻ പോകുന്നുണ്ട് അറബ് ലോകത്ത്. ഇതുവരെ ഉണ്ടായതിനേക്കാൾ ഒരു വലിയ നാശം. ആ നാശത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വാസികളെ നമ്മളെല്ലാവരും ചിന്തിക്കണം. വിഭവത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് സത്യത്തിൽ അവര്. നമ്മുടെ ഭാഗത്തിൽ നിന്ന് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി ഡോളറിന്, പെട്രോളിന് വേണ്ടി, അതേപോലെ തന്നെ സ്വർണത്തിന് വേണ്ടി വന്ന ആ ജനവിഭാഗം അതിന്റെ ഒരു ഏറ്റവും അവസാനത്തെ കാര്യത്തിന് വേണ്ടി ലാക്കാക്കി നിൽക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം. ഞാൻ സ്വഹീഹുൽ ബുഖാരിയുടെ 1-2 ഹദീസ് കൂടി നിങ്ങളെ കേൾപ്പിക്കാം. നല്ലപോലെ ഇത് നിങ്ങൾ ചിന്തിക്കണം. അൻ അബീ ഹുറൈറത, അന്ത്യനാളിന് അടയാള റസൂലുള്ള പറയാം. വളരെ ശ്രദ്ധിക്കണേ, നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഒരു ഹദീസ് കേട്ടോളൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി ലാ തഖുമു സ്സാഅ, ശ്രദ്ധിക്കണം, ലാ തഖുമു സ്സാഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ മലകൾ ഉയർന്നു വരുന്നതുവരെ. വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട രാശിയാണിത്. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അൻ അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി, മുസ്തഫായ നബി പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ഹത്താ യഹ്സുറൽ ഫുറാത്തു മിൻ അൻ ജബലിൻ മിൻ ദഹബ്, ഒരു സ്വർണത്തിന്റെ മല യൂഫ്രട്ടീസ് നദിയിൽ ഉയർന്നു വരുന്നത് വരെ. യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ മല വരും. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ലോകത്തിന് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ മാത്രം സ്വർണം ലഭിക്കുന്ന കാലഘട്ടമുണ്ടാകും. ഇത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കണം. ആധുനിക ഇറാഖിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. യുദ്ധാനന്തര ഇറാഖിൽ അമേരിക്ക ടെന്റ് കെട്ടിയത് മുഴുവനും യൂഫ്രട്ടീസിന്റെ തീരത്താണെന്ന് ചരിത്രം പറയുന്നു. യൂഫ്രട്ടീസിന്റെ തീരത്താണ് അവർ ഈ ടെന്റുകൾ മുഴുവനും കെട്ടിയിട്ടുള്ളത്. നമ്മൾ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട രാശിയാണ്. ചെറുപ്പക്കാരെ വളരെ ചിന്തിക്കണം.
വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയുടെ പട്ടാള ബാരക്കുകൾ, ലക്ഷക്കണക്കായ പട്ടാളക്കാരെ ഇന്ന് അമേരിക്ക വിന്യസിപ്പിച്ചിട്ടുള്ളത് എല്ലാം യൂഫ്രട്ടീസിന്റെ തീരത്താണ്. ഇനി ഒരു കാലഘട്ടം വരും നമ്മളെക്കാൾ ഖുർആൻ അറിയുന്നവരും നമ്മളെക്കാൾ ഹദീസ് അറിയുന്നവരുമാണ് യഹൂദി നസാറത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള സ്കൂളുകൾ അവർക്കുണ്ട്. അതിലവർ പഠനം തന്നെ. ഇന്റർനെറ്റിൽ എല്ലാ ദിവസവും ഖുർആന് പകരം ഖുർആൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് യഹൂദി നസാറത്ത്. നിങ്ങളിത് ചിന്തിക്കണം. എന്നോട് ഈ അടുത്ത ദിവസം ഒരു ക്രിസ്തീയ സഹോദരൻ പറഞ്ഞു, ഹദീത്ത്, ഒരുപാട് ഹദീത്ത്, അറബി മൂല്യത്തോടുകൂടെ ഹദീത്ത് പറയാ ആ സഹോദരൻ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറബി പഠിച്ചു? അപ്പൊ പറഞ്ഞു, ഞാൻ സ്കൂൾ മാഷായിരുന്നു, എൻ്റെ ക്ലാസ്സിൽ മുസ്ലിമീങ്ങളായ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു മദ്രസയുടെ മുന്നിലൂടെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഈ അലിഫിന് ബത്തഹിട്ടാൽ ആ, ബാഇന് കസറിട്ടാൽ ബി എന്നിങ്ങനെ പറയുന്നത് കുറെ കാലം ഞാൻ കേട്ടു. പിന്നെ ഞാൻ കുട്ടികളോട് ചോദിച്ചു ഇതെന്താണെന്ന്. അങ്ങനെ ഞാൻ അറബി പഠിച്ചു. ഇപ്പൊ എനിക്ക് ബുഖാരിയും മുസ്ലിമും വായിക്കാനെങ്കിലും അറിയും. ഞാനൊരു പരിഭാഷയും കൂട്ടി നോക്കാറുണ്ട് എന്നൊരു ക്രിസ്തീയ സഹോദരൻ എന്നോട് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം. അത് നല്ല കാര്യമാണ്, അതിന് മോശമല്ല ഞാൻ പറയുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആനിലും തിരുഹദീസിലും നമ്മളെക്കാൾ ഗവേഷണം ചെയ്യുന്ന വിഭാഗമാണ് സത്യത്തിൽ. ആ കാര്യത്തിൽ നമ്മൾ മാറി നിൽക്കുകയും ഇന്ന് അവർക്ക് നമ്മളത് വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. യുദ്ധാനന്തര ഇറാഖിൽ സംഭവിച്ചു പോയ കാര്യം ഗൗരവപൂർവേണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യൂഫ്രട്ടീസിന്റെ തീരങ്ങളിലാണ് അവർ മുഴുവനും ടെൻഡടിച്ചു പോയി ഉണ്ടായത്. ഈ യൂഫ്രട്ടീസിന്റെ തീരത്തെക്കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ഹദീസ് കാണാ, ലാ തഖൂമു സാഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ഹത്താ യഹ്സുറൽ ഫുറാതു അൻ ജബലിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ മല യൂഫ്രട്ടീസ് നദിയിൽ ഉയർന്നു വരുന്നത് വരെ. എന്നിട്ടോ അറബ് ലോകത്തേക്ക് കയറി വന്ന മറ്റുള്ള സമൂഹത്തിന്റെ പട്ടാളക്കാർ തന്നെ ഇതിന്റെ പേരിൽ യുദ്ധം ചെയ്യും. ഇതിന്റെ പേരിലാകും യുദ്ധം. അടുത്ത കാലഘട്ടങ്ങളിൽ നടക്കാൻ പോകുന്ന ഒരു യുദ്ധമാണിത്. അപ്പൊ അറബ് ലോകത്തേക്ക് വിഭവത്തിന് വേണ്ടി വരുന്ന ഈ സമൂഹം എന്തു ചെയ്യും? അവര് യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ മല ഉയർന്നു വരികയും സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അതിനു വേണ്ടിയിട്ട് സഖ്യസൈന്യങ്ങൾ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ ആ കൂട്ടത്തിൽ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധത്തിൽ പങ്കെടുത്തവ സൈന്യങ്ങൾ തന്നെ തമ്മിൽ ഏറിയ കൂറും വെട്ടിമരിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി. സഖ്യസൈന്യങ്ങൾ ഇന്ന് ഇറാഖിലും പരിസരത്തുമുള്ള സഖ്യസൈന്യങ്ങൾ ഇന്നത്തെ ഈ കടിപിടി മാത്രമാവില്ല. അമേരിക്കക്കാരൻ പട്ടാളക്കാരൻ ഇന്ന് യൂഫ്രട്ടീസിന്റെ താഴ്വര കൈവശം വെച്ചിരിക്കുന്നു. ആ യൂഫ്രട്ടീസിലാണ് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഈ സ്വർണത്തിന്റെ പർവ്വതം ഉയർന്നു വരാനുള്ളത്. എവിടുന്നെങ്കിലും ഞാൻ വാറോല പറയുകയല്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വർണത്തിന്റെ മലകൾക്ക് വേണ്ടി അറബ് ലോകത്തേക്ക് വന്ന സഖ്യസേനകൾ വരെ തല്ലുകൂടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ ഹദറഹു ഫലാ യഖുദു മിൻഹു ഷൈആ, നിങ്ങൾ ആരെങ്കിലും അത് കാണുകയാണെങ്കിൽ ഒരു തരിമ്പ് പോലും എടുത്തു പോകരുത്, അത് നാശത്തിന്റെ സ്വർണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി. ചിന്തിക്കണം. നിങ്ങൾ കാണും, യൂഫ്രട്ടീസിന്റെ തീരത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ, അക്കാലത്ത് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സംഘശക്തികൾ യൂഫ്രട്ടീസിന്റെ തീരം കൈയടക്കും എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കി മനുഷ്യന്മാരെ. നിങ്ങൾ ഇത് ചിന്തിച്ചു നോക്ക്. ഞാൻ ഇത് വെറുതെ പറയുകയല്ല. ഇപ്പോഴുള്ള ഇതൊക്കെ ഞാൻ ഇന്നത്തെ നിലവാരം. ഇപ്പോൾ അമേരിക്കയുടെ പട്ടാള ടെന്റുകളിൽ ഏറിയ കൂറും യൂഫ്രട്ടീസ് നദിയുടെ തീരത്താവാൻ കേവലം യാദൃച്ഛികമായ കാരണമാണെന്ന് മനസ്സിലാക്കണ്ട. അറബ് ലോകത്ത് നിന്ന് വരാനുള്ള ഏറ്റവും വലിയ നിധിയാണത്. ആ നിധിക്ക് വേണ്ടി അവർ തല്ലുകൂടുകയും അവരിൽ തന്നെ ഏറിയ കൂറും ചത്തൊടുങ്ങുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, അവിടെ നിങ്ങൾ ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ ആ സ്വർണം നിങ്ങൾ കാണുന്ന കാലഘട്ടത്തിൽ ജീവിച്ചാൽ ഒരു തരിമ്പ് സ്വർണം നിങ്ങൾ ആരും എടുത്തു പോകരുത്. അത് അത് നാശത്തിന്റെ സ്വർണമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള വലിയ നാശകരമായ കാര്യമുണ്ടാകും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്,
വളരെ ഗൗരവപൂർവേണ ചിന്തിക്കണം. അപ്പോഴാണ് ഇതോടുകൂടെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇനി ആ രൂപത്തിലേ അവസാനിക്കുമോ എന്ന് തോന്നിപ്പോവുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇതൊക്കെ നാളെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ അവിടെ ചിന്തിക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഇവരുടെ അധിനിവേശങ്ങൾ 90 വർഷക്കാലം മിഡിൽ ഈസ്റ്റിൽ നിൽക്കാൻ ഈ ജോർജ് ബുഷിൻ്റെയും പേരക്കുട്ടിക്ക് വരെ നിൽക്കാവുന്ന അഗ്രിമെൻറ്റുകൾ, ആ കണ്ണായ ഭാഗങ്ങൾ അവർ കൈവശപ്പെടുത്തൽ, റസൂലുള്ളാഹിന്റെ ഇത്ര കൃത്യമായ ഹദീസുകൾ, ഇത്ര കൃത്യമായ ഹദീസ്, യഹ്സുറു ജബലു ദഹബീന, സ്വർണത്തിന്റെ മാല അങ്ങോട്ട് പൊങ്ങി വരും. ഒരു ദിവസം വെള്ളമൊന്നും ആവില്ല, വെള്ളമൊക്കെ പറ്റിയിട്ട് സ്വർണത്തിന്റെ മാല അങ്ങോട്ട് പൊങ്ങി വരും. അതിൻ്റെ പേരിൽ അവർ കടിപിടി കൂട്ടും. നിങ്ങളാരുമായി തൊട്ടു പോവുകയും ചെയ്യരുത്, അത് നാശത്തിന്റെ സ്വർണമാണ്. ആ സ്വർണ്ണം എടുക്കാൻ പോയവരൊക്കെ തമ്മിൽ അടിച്ചു മരിക്കലാകും ഫലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ നിലവാരമൊക്കെ നമ്മൾ കൂട്ടി നോക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഹദീസുകളൊന്ന് കൂട്ടി നോക്ക്. ഈ ഹദീസുകളൊക്കെ കൂട്ടി നോക്കിയാൽ നമ്മളെ കാലഘട്ടത്തിലേക്കല്ലേ ഈ ഹദീസിന്റെ മുഖം തിരിച്ചു വെച്ചിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കും. ഇതൊക്കെ ഇനി എന്നാ ഉണ്ടാവും നമ്മൾ വിചാരിക്കണത്? എത്ര കാലം എന്നപ്പോൾ നമ്മൾ ഈ ഹദീസിനും ഇനി എവിടെ നമ്മൾ ഈ ഹദീസിനൊക്കെ കൊണ്ടുപോയി കിട്ടുക? ഈ ഹദീസ് നമ്മൾ എവിടെയെങ്കിലും ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതോടുകൂടെ പുതിയ യുദ്ധത്തിന്റെ, ഞാൻ പറഞ്ഞ 4ാമത്തെ യുദ്ധത്തിന്റെ കളമൊരുങ്ങും. അത് കേവലം ഫലസ്തീനിലും ഇറാഖിലും മാത്രമല്ല, അഹ്ലുൽ ഇസ്ലാമിനെതിരിലാകെ ആകെ വരും. അതാണ് ആദ്യം പറഞ്ഞ ഹദീസ്. മഴ പെയ്യും പോലെ മദീനയിലേക്ക് വരെ ശത്രുക്കൾ വരും. അവര് സംഘം കെട്ടി വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. ഒരു ഹദീസ് കാണാൻ, ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഹദീസ് കാണാം. ഫയസീറൂന ഇലൈക്കും, അവസാനത്തെ യുദ്ധത്തിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുക. ഫീ 80 ഗായ, 80 സംഘങ്ങളായിട്ടാണ്. തഹത കുല്ലി ഗായത്തിൻ 12,000. ഓരോ സംഘത്തിലും 12,000 ആളുകൾ ഉണ്ടാകും. ശ്രദ്ധിക്കണേ, അവസാനത്തെ യുദ്ധം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനത്തെ യുദ്ധത്തിൽ 80ഓളം ഫീ 80 ഗായ, 80ഓളം വിഭാഗങ്ങളായിട്ടാണ് ഈ രണ്ട് ശക്തികളും വരിക. തഹത കുല്ലി ഗായത്തിൻ 12,000. തഹത കുല്ലി ഗായത്തിൻ 12,000. ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 80 പടസൈന്യങ്ങൾ, ഒരു പടസൈന്യത്തിൽ 12,000. 80 × 12,000 എത്ര ഉണ്ടാവും? അവസാനത്തെ യുദ്ധം അങ്ങനെയാ. ആ യുദ്ധത്തിന്റെ അവസാനമാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി പ്രത്യക്ഷമാകുക. ആ യുദ്ധം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാ. എത്ര ഉണ്ടാവും? 80 × 12,000 എത്ര ഉണ്ടാവും? 9,60,000 ആളുകൾ ഉണ്ടാവും. ഇതൊക്കെ മുസ്തഫ നബിയുടെ സത്യം പോലെ 4ാമത്തെ യുദ്ധമാണത്. ആ യുദ്ധത്തിന്റെ അവസാനം മഹ്ദിയ. പക്ഷേ മഹ്ദി ഇമാമിന്റെ പിറ്റേന്ന് ദജ്ജാല. പേടിക്കണം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ യുദ്ധം ഒന്നും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കേണ്ട. ആ യുദ്ധത്തിൽ രക്ഷപ്പെടുന്ന ആളുകൾ വളരെ കുറവാകും. മുസ്ലിമൊക്കെ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്ന പറഞ്ഞത്. അത് ഏത് നാട്ടിലൊക്കെ എവിടെയൊക്കെ മുസ്ലിമുണ്ടോ, അനറബി നാടിലുള്ള മുസ്ലിമിനെ പോലും എലിയെ കൊല്ലും പോലെ കൊലപ്പെടുത്താൻ കാലത്ത് ശത്രുക്കൾ ഉണ്ടാകും. പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അനറബി രാജ്യത്ത് പോലും മുസ്ലിമീങ്ങളെ എലിയെപ്പോലെ കൊലപ്പെടുത്തുന്ന കാലഘട്ടം വരും. ഏതെങ്കിലും കൂട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ മുസ്ലിമാണെന്ന കാരണത്താൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത കാലഘട്ടം വരും. തുടങ്ങിയില്ലേ? അതൊക്കെ നമ്മൾ കണ്ടില്ലേ? മുസ്ലിമീങ്ങളെ കാണുന്നില്ല. ഇത് ഒരാളേതെങ്കിലും നിസാരമായ കാര്യത്തിന് വേണ്ടി ഉള്ളിലേക്ക് കയറിയാ പിന്നെ പുറത്തിറക്കാൻ ആളില്ലാത്ത കാലഘട്ടം മുസ്ലിമീങ്ങൾക്ക് വന്നു ചേരും. ഒന്നിരിക്കൽ ഖതീലാകും, കൊലപ്പെടുത്തപ്പെടുക, അല്ലെങ്കിൽ അസീറുൻ യുഹ്കമു ബിദമിഹി, കൊല ചെയ്യാൻ വേണ്ടി വധശിക്ഷക്ക് വിധിക്കപ്പെട്ടതായ ജയിലാളിയോ അല്ലാതെ ജീവിക്കാനെന്ന് മുസ്ലിമീങ്ങളുടെ സമൂഹത്തിലെ നേതൃത്വത്തിന് കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കുക, അതാണ് പറഞ്ഞത്. 80 യസീറൂന ഇലൈക്കും, അവസാനമായി അവർ നിങ്ങളിൽ വന്നു ചേരുക. ഫീ 80 ഗായ, 80 ബറ്റാലിയനായിട്ടായിരിക്കും. തഹത കുല്ലി ഗായത്തിൻ 12,000. അതാണ് നേരത്തെ പറഞ്ഞ യുദ്ധം. അന്ന് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം ഡമസ്കസ് ആയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഥവാ ഇന്നത്തെ സിറിയ. അവസാനത്തെ യുദ്ധത്തിൽ നേതൃത്വം സിറിയയായിരിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കേണ്ട ഹദീസാ, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കേവലൊരു ഉളുവിന്റെ മസലയും കുളിന്റെ മസലയും മാത്രമേ കിതാബിലുള്ളൂ എന്ന് കരുതണ്ട. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ നമ്മൾ സാധാരണ പറയുന്ന ബുഖാരിയും മുസ്ലിമും അബൂ ദാവൂദും ഇബ്നു മാജഹ് സിയാഹു സിത്ത അപ്പം നിങ്ങൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. അവസാനത്തെ യുദ്ധത്തിന്റെ നേതൃ രാജ്യം വരെ പറഞ്ഞു. അൻ അബീ ദർദാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി റസൂലുള്ളാഹി പറഞ്ഞു യൗമൽ മൽഹമത്തുൽ കുബ്രാ, മൽഹമത്തുൽ കുബ്രയുടെ നാൾ. മൽഹമത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ അവസാനത്തെ യുദ്ധം. മൽഹമത്തുൽ കുബ്ര അവസാനത്തെ വിപ്ലവം. അൻഫുസ്താത്തുൽ മുസ്ലിമീന ബിഅർളിൻ യുഖാലു ലഹവൽ ഗൗത, ഗൗത എന്ന സ്ഥലത്തായിരിക്കും മുസ്ലിമീങ്ങളുടെ കേന്ദ്രസ്ഥാനം. ഫിഹാ മദീനത്തുൻ യുഖാലു ഫിഹാ ദിമഷ്ക്, ആ സ്ഥലത്തിന് ഡമസ്കസ് എന്ന് പറയും. ഡമസ്കസ് എന്നത് സിറിയയുടെ ക്യാപിറ്റലാണ്. മനസ്സിലാവണില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞത്? എത്ര കൃത്യമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ വിചാരിച്ചത് തിരുവനന്തപുരത്ത് നിന്നുള്ള അച്ചടിച്ചു വിട്ട പ്രകടന പത്രികയാണ്? ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണ്. ഓർക്കങ്ങോട്ട് പറഞ്ഞ തന്റെ നാവ് കൊണ്ടൊരു സംശയത്തിന്റെ വാക്ക് പറയാത്ത മനുഷ്യനാണ് അത് പറഞ്ഞത്. ഇത് ഏതോ രാഷ്ട്രീയ നേതാവിന്റെ പ്രകടന പത്രികയല്ല, മുഹമ്മദ് നബിയുടെ പ്രകടന പത്രികയാണ്. ഇത് കേവലമുള്ള പത്രികയല്ല. മുഹമ്മദ് നബിയുടെ സന്ദേശം. അവസാനത്തെ യൗമൽ മൽഹമത്തുൽ കുബ്ര, അവസാനത്തെ യുദ്ധമുണ്ടല്ലോ, അവസാനത്തെ യുദ്ധത്തിൽ ലോകത്ത് 2 സൈന്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്ന് ഫുസ്താത്തുൽ മുസ്ലിമീന വ ഫുസ്താത്തുൽ കുഫാർ. ഫുസ്താത്തുൽ മുസ്ലിമീനയുടെ നേതൃത്വം അന്ന് ഡമസ്കസിനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ള കളവ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഖിയാറു മനാസിലിൽ മുസ്ലിമീന യൗമഇദിൻ, അബൂ ദാവൂദും ഹാക്കിമും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഖിയാറു മനാസിലിൽ മുസ്ലിമീന യൗമഇദിൻ, അക്കാലത്ത് മുസ്ലിം പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല പ്രദേശം ഡമസ്കസ് ആയിരിക്കും. ഖിയാറു മനാസിലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല പ്രദേശം അക്കാലത്ത് സിറിയ ആയിരിക്കും, ഡമസ്കസ് ആയിരിക്കും. അവിടെ ആയിരിക്കും മുസ്ലിമീങ്ങളുടെ കേന്ദ്രസ്ഥാനം. അവിടെ നിന്നാണ് സാമ്രാജ്യത്വ ശക്തികളോട് അവസാനത്തെ യുദ്ധം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ആ യുദ്ധത്തിന്റെ നേതൃത്വം അവസാനം മുസ്ലിമീങ്ങൾക്ക് ഒരു വലിയ കുഴപ്പമുണ്ടാവും. ഞാൻ നേരത്തെ തങ്ങളോട് പറഞ്ഞല്ലോ, അവസാനത്തെ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ തുറക്കു അറക്കൽ അദീം, കയറ് മുറിക്കും പോലെ ഇട്ടിട്ട് മുസ്ലിമീങ്ങളെ ആ യുദ്ധത്തിൽ മുറിക്കും. മുസ്ലിമീങ്ങൾ കഷ്ടപ്പെടും. മുസ്ലിമീങ്ങൾക്ക് ദുആഉൽ ഗർഖ് ഫിൽ ബഹരി, സമുദ്രത്തിൽ മുങ്ങിയോന്റെ കരച്ചിൽ മാത്രമേ അക്കാലത്ത് ഉണ്ടാവുള്ളൂ. അക്കാലത്താണ് ആ യുദ്ധത്തിന്റെ തലസ്ഥാനം സിറിയയാണെങ്കിലും ആ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട പട മദീനയിൽ നിന്നായിരിക്കും എന്ന് മുഹമ്മദ് നബി. പക്ഷെ അത് അതാ യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ ലാസ്റ്റാണ്. അതാണ് നമ്മൾ അടുത്ത ചർച്ച. ഒരു ദിവസം കൊണ്ട് ഇത് തീരില്ല. അത് പറഞ്ഞാൽ പിന്നെ ദജ്ജാലിനെ പറയേണ്ടി വരും. അപ്പോൾ പിന്നെ മറ്റൊരാൺകുട്ടി കൂടി ഉണ്ടല്ലോ, സയ്യിദുന ഈസ അലൈഹിസ്സലാം പറയേണ്ടി വരും. ഒക്കെ വിശദമായ ചർച്ചയാണ്. മറ്റൊരിക്കൽ പറയാം. നോക്കൂ, ശ്രദ്ധിക്കുക. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഒരു സ്വഹീഹ് മുസ്ലിമിന്റെ ശ്രദ്ധിക്കട്ടെ, ഒരൊറ്റ ഹദീസ് കൂടി കേട്ടോളൂ. അതിനബി നിങ്ങൾ വിചാരിക്കേണ്ട ഈ കുളിയുടെ മത്സരയും ഈ പെണ്ണുങ്ങളെ ഹയലിന്റെ മത്സരയും മാത്രമേ ഈ കിതാബിലുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. അത് കരുതിയിട്ട് പണ്ഡിതന്മാരെ നമ്മൾ അത് പറയാൻ മാത്രമാക്കി ബാക്കി ഒരു പണിയും പണ്ഡിതന്മാർക്കില്ല. പണ്ഡിതന്മാർ ഈ ഭൗതികമായ വേറൊരു കാര്യത്തിലൊന്നും ശ്രദ്ധിക്കില്ല. രാഷ്ട്രീയമല്ല, ദീനില്ല, ഒന്നുമില്ല. ലോക ശ്രദ്ധയൊന്നും പണ്ഡിതന്മാർക്ക് വേണ്ട. പണ്ഡിതന്മാർ ഈ നിസ്കാരക്കണക്ക് മാത്രം പറയുന്നൊരവസ്ഥ വന്നുപോയി. ഈ ഹദീസൊക്കെ എത്ര പഠിക്കണം? ഈ ഹദീസ് ഇപ്പം പഠിക്കേണ്ട കാലം. അല്ലെങ്കിൽ പിന്നെ എന്നത് പഠിക്കുക? ഇനിയിപ്പോൾ എന്നത് പഠിക്കുക? ഖിയാമത്ത് നാളിനായിട്ട് മഹ്ശറിൽ പഠിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം പഠിക്കണ്ടല്ലേ? ഈ ഹദീസ് ഇന്ന് പഠിച്ചില്ലെങ്കിൽ ഇന്ന് പഠിക്കും. നിങ്ങൾ ചിന്തിക്കുക. അവസാനത്തെ ഒരു ഹദീസ് പറഞ്ഞാൽ സ്വഹീഹ് മുസ്ലിം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ലാ തഖൂമു الساعة حتى ينزل الروم بالأعماق أو بدابق. മദീനയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് അഅ്മാഖ്, ദാബിഖ് എന്ന 2 പ്രദേശം. ആ 2 പ്രദേശങ്ങളിൽ വന്നിട്ട് റോമൻ പട്ടാളക്കാർ ഇറങ്ങും. ഫഖറജ ഇലൈഹിം ജയ്ഷും മിനൽ മദീന. അങ്ങനെ അവിടെ നിന്ന് മദീനയിൽ നിന്നുള്ളൊരു പടക്കൂട്ടം പുറപ്പെടും. എല്ലാ നാടുകളിലും വന്ന്, മുസ്ലിം നാടുകളിൽ മുഴുവനും റോമക്കാർ അന്ന് താവളമടിക്കും. തൽക്കാലം ഇറാഖിലാണ് താവളമെങ്കിൽ ആരും പല്ലിളിച്ച് നിൽക്കണ്ട. എവിടെയൊക്കെ ഒരു തുണ്ട് ഭൂമിയുണ്ടോ, മദീനയിൽ ഹബീബായ നബിയുടെ നാട്ടിൽ വരെ, പരിശുദ്ധമായ മദീനയിൽ വരെ
ആ റോമക്കാര് കടന്നിറങ്ങും. സ്വഹീഹ് മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഫഖറജ ഇലൈഹിം ജയ്ഷും മിനൽ മദീന, മദീനയിലേക്ക് വരെ റോമികൾ ഇറങ്ങിയാൽ, അതാണ് അവസാനത്തെ യുദ്ധത്തിന്റെ സമയം. മദീനയിൽ റോമികൾ ഇറങ്ങിയാൽ പിന്നെ അള്ളാഹു നോക്കി നിൽക്കുകയില്ല. എന്തുകൊണ്ടത് ഹബീബിന്റെ മണ്ണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ റോമികൾ ഇറങ്ങലാണ് അവസാനത്തെ റോമികളുടെ സംരംഭം. പറഞ്ഞല്ലോ, അതിലേക്കുള്ള സൂചന നമുക്ക് കിട്ടി. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ്, ഒരു മാസം മുമ്പ് കഅബാലയം പൊളിക്കണമെന്ന് ഇല്ലേ പറഞ്ഞില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതൊന്നും ശ്രദ്ധിക്കണില്ലല്ലോ ആരും. കഅബാലയം പൊളിക്കണം 1400 അബ്രഹത്ത് രാജാവിന് ശേഷം അങ്ങനെ ഒരു സ്വരം ലോകത്ത് കേട്ടിട്ടില്ല. അത് കേൾക്കാനും നമ്മുടെ കാത് വിധിക്കപ്പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയും ചിന്തിക്കണില്ലേ മനുഷ്യന്മാര്? നമ്മൾ ഒരിക്കലാണ് പറഞ്ഞാൽ 10 കൊല്ലം പൊളിക്കും എന്ന് പറഞ്ഞു. അവസാനം കൊണ്ട് പൊളിച്ചു. ബാബരി മസ്ജിദ് പൊളിക്കും. അവസാനം മുസ്ലിമീങ്ങളും പറയാൻ തുടങ്ങി, അതൊന്ന് പൊളിച്ചാൽ വേണ്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തേ പറഞ്ഞിട്ടില്ലേ? എന്നാ അതോടുകൂടെ ആ പ്രശ്നം ഉണ്ട്. വിശ്വാസി മനുഷ്യന്മാർക്ക് ബുദ്ധിയില്ല. മനുഷ്യൻ വിചാരിച്ചാൽ അത് പൊളിക്കണോടുകൂടെ പ്രശ്നം തീർന്ന. അത് പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം ആ പള്ളി അല്ല. അവരുടെ ലക്ഷ്യം പള്ളി അവരുടെ ലക്ഷ്യമല്ല. അവരുടെ ലക്ഷ്യം പ്രശ്നം ഉണ്ടാക്കലാണ്. അവർ പ്രശ്നം പുതിയൊരു ഭാഗത്തേക്ക് നീക്കി എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ല, ഒരു കാലത്തിന്റെ ശേഷം അതിനേക്കാൾ മോശപ്പെട്ട കാലം വരിക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് നബി. മദീനയിൽ കൂടി ഇറങ്ങിയ പിന്നെ അതാണ് അവസാനം. അതോടുകൂടെ മദീനയിലെ രാജകുമാരൻ ഉണരും. അതാണ് മുഹമ്മദ് ബിൻ അബ്ദില്ലാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, എന്താ മദീനക്കുള്ള പ്രാധാന്യം അതാണ്. മദീനയിൽ കൂടി റോമികൾ ഇറങ്ങിയാൽ എന്താ മദീന? ലൗലൽ ഹിജ്റതു ലകുൻതു റജുലം മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനക്കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹിജ്റയുടെ പ്രാധാന്യം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ജനിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ഹബീബിനെ അതുകൊണ്ടല്ലേ സ്വന്തം നാട്ടുകാരായി ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വിദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ ജിത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ. ഹബീബായ റസൂലുള്ളാഹിന്റെ മദീന, മുസ്തഫായ നബിയെ ദഫ് മുട്ടി സ്വീകരിച്ച മദീനയിൽ റോമികൾ ഇറങ്ങിയാൽ അതാണ് മൽഹമത്തുൽ കുബറയുടെ അവസാനത്തെ സന്ദർഭം. അതാണ് മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ നാളെന്ന് മുഹമ്മദ് നബി. ഇന്നൽ ഈമാന ലയഇർസു ഇലൽ മദീന കമാ തഇർസുൽ ഹയ്യതു ഇലാ ഹുജ്റതിഹാ. ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങി വരുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങി വരുമെന്ന് മുഹമ്മദ് നബി. അങ്ങനെയുള്ള മദീനയിൽ പട്ടാളം ഇറങ്ങിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് ആദ്യം ഭൂമി പൊട്ടിപ്പിളരുന്ന മണ്ണാണ് മദീന. അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു ثم അഹ്ലുൽ ബഖീഇൽ ഖർഖദി. മുഹമ്മദ് നബി, ഭൂമിയിൽ ആദ്യമായി പിളർന്ന് പുറത്തു ചാടുന്ന ആൾ ഞാനാണ്. ഭൂമിയിൽ നിന്ന് മഹ്ശറയിലേക്ക് ആദ്യം മനുഷ്യൻ എണീക്കുന്ന മണ്ണ് മദീനയാണ് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു. അങ്ങനെയുള്ള മദീനയിൽ റോമികൾ ഇറങ്ങിയാൽ അതാണ് യഖ്റുജു ഇലൈഹിം ജയ്ഷും മിൻ അഹ്ലിൽ മദീന വഹും ഖിയാറു അഹ്ലിൽ അർളി. അതോടുകൂടെ യഖ്റുജു ഇലൈഹിം ജയ്ഷും മിനൽ മദീന, മദീനയിൽ നിന്നൊരു പട്ടാളം പുറപ്പെടും. വഹും ഖിയാറു അഹ്ലിൽ അർളി, അവരാണ് ഭൂമിയിലെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മളെ ചർച്ച ഇനി പറ്റൊരുക്കെ പറയാം. ഖിയാറു അഹ്ലിൽ അർളിന്റെ പട, ഖിയാറു സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെ പട ഖിയാറു അഹ്ലിൽ അർളിന്റെ പടയാണ്. ബഹുമാനപ്പെട്ട ഖിയാറു അഹ്ലിൽ അർള് ആരാ ഖിയാറു അഹ്ലിൽ അർള്? ഖിയാറു അഹ്ലിൽ അർളിന്റെ പടയുടെ നേതാവാരാ? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഖിയാറു അഹ്ലിൽ അർളി ഭൂമിയിലെ
ഭൂമിയിലെ അക്കാലത്ത് യൗമൈദിൻ അക്കാലത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാരെ നേതാവാണ് ഇമാം മഹ്ദി. മദീനയിലെ പട്ടാളമായിരിക്കും അക്കാലത്തെ ഏറ്റവും വലിയ പട. ആ പടയിൽ നിന്ന് ഒരാൾ ഒളിച്ചോടിയാൽ പോലും അള്ളാഹു അവന് തൗബ കൊടുക്കുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. ആ പടയിൽ ചേർന്ന് ഒരാൾ, മഹ്ദി ഇമാമിന്റെ പടയിൽ ചേർന്ന് ഒരാൾ മരിച്ചാൽ അവൻ അഫ്ളലുൽ ശുഹദാ എന്ന് ഖാല റസൂലുള്ളാഹി. ഒക്കെ സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഒക്കെ സ്വഹീഹ്. ഒന്നും വെറുതെ പറയല്ല. അന്ന് മുസ്ലിംമാര് വെറുതെ ഉണ്ടാക്കിയതല്ല, പഠിക്കണം മനുഷ്യൻ. പഠിച്ചു പരിശോധിച്ചാൽ ഇതൊക്കെ മനസ്സിലാവുന്നു. അക്കാലത്തെ ഏറ്റവും വലിയ പട അത് അവസാനം. അന്ന് ഡമസ്കസ് ആയിരിക്കും കേന്ദ്രം, പക്ഷെ ഏറ്റവും നല്ല പട മദീനയിലെ പടയാ. പക്ഷേ ലാ ഫിഹാ മനഅത്തുൻ വലാ അദദുൻ. അടുത്ത ആഴ്ച പറയാ. ലാ ഫിഹാ മനഅത്തുൻ, പ്രതിരോധ ശക്തി ഒന്നും ഉണ്ടാവില്ല. വലാ അദദുൻ, എണ്ണം ഉണ്ടാവില്ല. പക്ഷേ പുറപ്പെട്ടത് മദീനയിൽ നിന്നാണ്. ഭൂമിയിലെ രാജകുമാരൻ, അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി യഖൂതുൻ ഹജറുൻ ലകൽ ഹജരി. ഏറ്റവും മഹാനായ ഹബീബായ നബി, ഹബീബിന്റെ മണ്ണിൽ നിന്നാണ് പട പുറപ്പെടുന്നത്. ബദറിലേക്ക് സംഘം കെട്ടിപ്പോയ മണ്ണിൽ നിന്നാണ് പട പുറപ്പെടുന്നത്. ആ പടയാണ്, അവരാണ് മുത്തബഉ ശരീഅത ഫീ ഖുതാഹ ഫഅൽഖൗ മാ യലീഖു ബിഹി റഹീബ വമദ്ദു ലില്ലാ ശർഖൻ വഗർബ വഖലുൽ ബഹ്റ വഅതനാഖുൽ ലഹീബ. അവിടെ നിന്നാണ് തിരമാലകളോട് സമരം ചെയ്യാൻ ബഹുമാനപ്പെട്ട ത്വാരിഖ് ഇബ്നു സിയാദ് പുറപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്നാണ് തിരമാലകളോട് മല്ലടിക്കാൻ, അഗ്നികുണ്ഡങ്ങൾ എടുത്തു ചാടാൻ ഖാലിദ് ഇബ്നുൽ വലീദ് പുറത്തു പോയത്. അവിടെ നിന്നാണ് കിസ്റയുടെ അടിത്തറ ഇളക്കാൻ അംർ ഇബ്നുൽ ആസിയെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞയച്ചത്. റളിയല്ലാഹു അൻഹു. ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ റോമികൾക്ക് രക്ഷയില്ല. അന്ന് മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ വെണ്ണിക്കടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുസൽമാന്റെ യുഗത്തിന്റെ തുടക്കമെന്ന് മുഹമ്മദ് നബി എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ വിപ്ലവങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാവും, കൂടിയും കുറഞ്ഞിരിക്കും, ചിലകൾ ജയിക്കും, ചില തോൽക്കും. നിതാന്തമായ റോമികളുടെ അവസാനത്തെ ശ്വാസത്തിന്റെ അവസാനത്തെ തകർച്ച, അവസാനത്തെ അവരുടെ പരാജയത്തിന് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദിയെ കൊണ്ടേ കഴിയൂ എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് കടന്നാൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാണ്ട്. ദുആ ചെയ്യാതെ ആരും പോകരുത്. പെട്ടെന്ന് ദുആ ചെയ്യും. ലിസ്റ്റ് വായിക്കാൻ ദുആ ചെയ്യും. അള്ളാന്റെ കലാമ് മാത്രം, തമാശ വരെ ചുരുക്കിയ ഒരു സദസ്സാണിത്. അള്ളാന്റെ കലാമ് മാത്രം പറഞ്ഞ ഒരു സദസ്സാണിത്. അള്ളാഹു മുസ്ലിം സമുദായത്തിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമാറാകട്ടെ. അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഒരു പേടിയും പേടിക്കേണ്ട. ഈമാൻ കയ്യിലുണ്ടോ ഒരു തകർച്ച ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈമാനോടുകൂടെ മരണം ഉണ്ടാവും. അള്ളാഹു നമുക്ക് നൽകട്ടെ.